അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിത് വിജയകരമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നേരിട്ട് സംവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആമുഖം ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ പരിപാടിയുടെ ബറക്കത്തിന് വേണ്ടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ മാത്രം ഇപ്പൊ നമ്മൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരിട്ട് നമുക്ക് പ്രവേശിക്കാം വിഷയത്തിലേക്ക്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പിന്നെ പലരും ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ പ്രവർത്തകനായ കരുളായി മുജീബ്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പ്രസവിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് സഹധർമ്മിണി മരണപ്പെട്ടുപോയി. 2 കുഞ്ഞുങ്ങളെ ബാക്കി വെച്ചുകൊണ്ട് അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആ സഹോദരനും കുടുംബത്തിനും അള്ളാഹു ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കബറിടം അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇനി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, മറുഭാഗത്തെ പ്രധാനികൾ ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, ഈ 3 ആളുകൾക്ക് SKSSFന്റെ സംസ്ഥാന കമ്മിറ്റി ലെറ്റർ ഹെഡിൽ വളരെ മാന്യമായി ഈ വിഷയത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി, വർക്കിംഗ് സെക്രട്ടറി സത്താർ പന്തല്ലൂര്, പ്രക്ഷോഭ സമിതി ചെയർമാൻ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ എന്നിവർ ഒപ്പുവെച്ച് രജിസ്ട്രേഡ് കത്തയക്കുകയും അവർ കത്ത് കൈപ്പറ്റി എന്ന അക്നോളജ്മെന്റ് തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ കത്തിൽ ഈ സംവാദത്തിലേക്ക് നയിച്ച സാഹചര്യം അഷ്റഫ് പറഞ്ഞു. ആ കത്തിൽ നേരിട്ട് അവർ വരണമെന്ന് നിർബന്ധിക്കുന്നില്ല. അവരെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ വരാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം പരിഹരിക്കലാണ് ആവശ്യം. നിങ്ങളുടെ ലെറ്ററുമായി നിങ്ങൾക്ക് പകരം പ്രതിനിധികൾ അയക്കാം എന്നും ഒരു ചോയ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അവർ വരികയാണെങ്കിൽ അവരുടെ പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് നേരിട്ട് ഇവിടെ സീറ്റും സൗകര്യമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. OP അഷ്റഫ് ആർവി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ നിമിഷം വരെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും അവർക്ക് അങ്ങനെ ഒരു സംവാദത്തിന് വരാൻ ധൈര്യം കിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് അവരെ പ്രവർത്തകര് ഔദ്യോഗികമായി കത്തില്ലാതെ ഇങ്ങനത്തെ വേദികളൊക്കെ ചോദിക്കാൻ വരാറുണ്ട്. ഇവിടെയും എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അവർക്ക് വേണ്ടി 6 മണി വരെ സമയം നമ്മൾ നീക്കിവെക്കുകയാണ്. കാന്തപുരത്തിന്റെ കത്ത് അല്ലെങ്കിൽ പേരോടിന്റെ കത്ത്, പെന്മളയുടെ കത്തുമായിട്ട് അല്ലെങ്കിൽ അവരോ നേരിട്ട് വരികയാണെങ്കിൽ ഈ ഹാൾ ഇന്ന് രാത്രി അലത്തൂൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിയും. അവരുടെ കത്തുമായി ആളുകൾ വന്നാൽ വിശാലമായി അവരുമായി സംവദിക്കാൻ നമ്മുടെ യുവ പണ്ഡിത നിര സജ്ജമായി നിൽക്കുക. അവരങ്ങനെ ഇനി ഇവിടെ വെച്ച് മുഴിഞ്ഞു മാറുകയാണെങ്കിൽ അവരുടെ ചില്ലറ ആളുകൾക്ക് വേണ്ടി നമ്മൾ സമയം നീട്ടിക്കൊണ്ടുപോകില്ല. 6 മണിക്ക് ഇൻഷാ അല്ലാഹ് ഷാർപ്പ് ഈ പരിപാടി അവസാനിപ്പിക്കും. പിന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ ഘടകങ്ങളും, അതാണ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ആധികാരിക മതപണ്ഡിത സംഘടന. സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് സംഘടനാ ഭദ്രത ആവശ്യമാണ്. സംഘടനാ വിരുദ്ധ നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു കാരണവശാലും ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യില്ല. കാരണം സുന്നത്ത് ജമാഅത്തിന് പോറലേൽപ്പിക്കുന്ന നീക്ക. ബഹുമാന്യനായ സഹപ്രവർത്തകൻ റഹ്മത്തുള്ള കാസിമിയെ നേരത്തെ സംഘടന സമസ്ത മുഷാവറ യോഗം ചേർന്ന് നീക്കം ചെയ്തു സംഘടനയിൽ നിന്ന്. അതിന്റെ കാരണം വളരെ പ്രകടമാണ്. 7 തവണ പല നേതാക്കളുടെയും മധ്യസ്ഥതയിൽ ഓരോ വർഷങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ
ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മേലിൽ അദ്ദേഹം ഇത് ആവർത്തിക്കില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളാണ്. ഉറപ്പു തരും, വീണ്ടും ആവർത്തിക്കും. അവസാനം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വിവാദമായ ചില പരാമർശങ്ങളിൽ മുഷാവറ നേരിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം പത്രത്തിൽ പരസ്യമായി ക്ഷമാപണം നടത്തി. ഇനി ആവർത്തിക്കുക, വീണ്ടും ആവർത്തിച്ചു. വീണ്ടും ആവർത്തിച്ച ഭാഗങ്ങൾ സമസ്ത മുഷാവറ നേരിട്ട് മുഷാവറ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു, ഇനി നമുക്ക് മൂപ്പരാ സ്ഥാനങ്ങളിൽ കൂടെ മാറ്റിക്കില്ല. അങ്ങനെ തങ്ങൾ അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ് മുഷാവറ തങ്ങൾ പ്രഖ്യാപിച്ചതനുസരിച്ച്. തുടർന്ന് സമസ്ത സ്വീകരിച്ച സമീപനം അദ്ദേഹത്തിന്റെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടതില്ല, നമ്മളത് സഹകരിക്കേണ്ടതില്ല എന്ന ഒരു പൊതു സമീപനമാണ്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇവിടെ കത്ത് വഴിയും മെസ്സേജ് വഴിയും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജിലിരിക്കുന്ന ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ എവിടെയോ സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചു, കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേകമായി ഒരു ബന്ധവും ഉണ്ടായതുകൊണ്ടല്ല, ആ മഹലിലെ ആ പങ്കെടുത്ത പരിപാടിയിൽ ആ മഹലുമായി എൻ്റെ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പങ്കെടുത്തു പോയതാണ്. മേലിൽ അത്തരം പരിപാടികൾ ഞാൻ സഹകരിക്കില്ല, സംബന്ധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്നും വിഷയമല്ല. ആളുകൾക്ക് സമസ്തയെ അറിയാം. സമസ്ത അതിന്റെ പ്രയാണം തുടരുകയാണ്. നമുക്കുണ്ടായിരുന്ന ഏക കുറവ് നമുക്ക് കൃത്യമായി അറിയാം. ഇത്ര വിപുലമായി പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ട് പത്രപരസ്യമല്ലാതെ മര്യാദക്കൊരു വാർത്ത പോലും പ്രസിദ്ധീകരിക്കാൻ ഇന്ന് വരെ, നാളെ പ്രസിദ്ധീകരിച്ച കാര്യമില്ലല്ലോ, ഇവിടുത്തെ പല സാമുദായിക പത്രങ്ങളും തയ്യാറായിട്ടില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ സമുദായത്തിന്റെ മഹാഭൂരിപക്ഷമായ നമുക്ക് ഒരു ദിനപത്രത്തിന്റെ അഭാവമുണ്ടായിരുന്നു. നമ്മുടെ പല സഹപ്രവർത്തകരും സ്റ്റേജിലില്ല. ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന ആ പത്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി സുപ്രഭാതം ഓഫീസിൽ ബന്ധപ്പെട്ട് അവർ പ്രവർത്തന നിരതര. ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് 1 ആ പത്രം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയ വേഗം നമുക്ക് ലഭിക്കും. വിജയകരമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി ധീരമായി പൂർവികരുടെ തണലിൽ ബറക്കത്തോടെ മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർ അവർ കത്തവരെ നേതാക്കൾ തരില്ലെങ്കിലും ഒരു ചമ്മലുണ്ടാവും അവർക്ക് ചോദിക്കാൻ. നമ്മുടെ നേതാക്കളും വന്നില്ല, കത്തുമായിട്ട് പറഞ്ഞയച്ചില്ല. എന്നാലും അവർ വരട്ടെ, സ്വാഗതം. ചോദ്യത്തിന് വരാം. ഇൻഷാ അല്ലാഹ് ആൻസർ പറയാൻ സജ്ജരായി നമ്മുടെ യുവ സന്നദ്ധ ഭടന്മാരോട് കാത്തിരിക്കുന്നുണ്ട്. ചോദിക്കാം. വന്നോട്ടെ എ പിക്കാർ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഫസ്റ്റ് ചാൻസ്. അവരെല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആളുകൾക്ക് മൈക്ക് കൊടുക്കും. അവർ ചോദിക്കാൻ ധൈര്യം കാണിക്കുമോ നമുക്കൊന്നും അറിയാലോ. ഇത്ര പ്രകടമായി സത്യങ്ങൾ ആധികാരികമായി പണ്ഡിതോചിതമായി വരച്ച് കാണിച്ചിട്ട് കിതാബുകളുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് എന്നിട്ടും ചോദിക്കാൻ തന്റേടുള്ള ആളുകളുണ്ടെങ്കിൽ ആരാണ് നമുക്കൊന്ന് കാണണം. അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല കത്തു തീരെ എന്ന് ആധികാരികമായി ഇബാറത്ത് ഉദ്ധരിച്ച് ഇവിടെ വിശദീകരിച്ചു. അല്ല, നിഴലുണ്ട് എന്ന് പറയാൻ കിതാബിന്റെ ഇബാറത്ത് ഉദ്ധരിക്കാൻ ധൈര്യമുള്ള കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ വരട്ടെ ആണത്തുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വളണ്ടിയർമാർ സജ്ജരായി ആരെങ്കിലും കാന്തപുരത്തും വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചോദിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ മൈക്ക് നൽകാനായി റെഡിയാണ്. ഇടയ്ക്കിടെ കാത്തിരിക്കുന്നുണ്ട്. ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എവിടെ പോയി നിങ്ങളുടെ ആണത്വം?
അല്ല, ഏത് സദസ്സിൽ വന്നും ചാടി വീണ് 100 ചോദ്യങ്ങളുമായി കടന്നു വരുന്ന കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ എവിടെ? ഇത്ര പരസ്യമായി ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് എന്തേ നിങ്ങൾ നാവ് ഇറങ്ങിപ്പോയോ? കാന്തപുരം ഈ കോഴിക്കോട് നഗരത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. പൊന്മട അബ്ദുൽ ഖാദർ ഹുസൈൻ ഈ കോഴിക്കോട് നഗരത്തിലുണ്ടെന്ന് അറിവ് കിട്ടിയത്. മിനിമം അവർക്കിടെ വരാൻ അന്തസ്സിന്റെ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ മാന്യമായി ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകരയക്കാം, മാന്യമായി ചോദിക്കാൻ എല്ലാ റെസ്പെക്റ്റും ഞങ്ങൾ കൊടുക്കും. ഈ പ്രശ്നം നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം. എവിടെ പോയി നിങ്ങൾ ആളുകൾ? അവർക്ക് മാന്യമായി അയച്ച കത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാൻ ലഭ്യമാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആരും അവരെ കൂട്ടത്തിലില്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് മൈക്ക് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് വന്ന് സമയം കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ്. ചരിത്രത്തിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ മുഖാമുഖത്തിന് ആദർശ സംവാദത്തിന് നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ കാന്തപുരത്തിന്റെ ആളുകൾ വരിവരിയായി ചോദിക്കാൻ ക്യൂ നിന്നത് കുറഞ്ഞു വന്ന് ഇതാ കോഴിക്കോട് ടാഗോർ ഹാളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുടെയും നമ്മുടെ 10-20ഓളം പണ്ഡിതന്മാർ ചോദ്യത്തിന് മറുപടി പറയാൻ സജ്ജമായി കാത്തിരുന്നിട്ട് ഒരു പ്രവർത്തകൻ പോലും ചോദിക്കാൻ ധൈര്യം കാണിക്കാത്ത ദയനീയമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുക. ഒരു എത്തിക്കാൻ വന്നിട്ടുണ്ടോ? അല്ലാഹ് അൽഹംദുലില്ലാഹ്. വരട്ടെ. പേരും അഡ്രസ്സും പറയണം. പേരും അഡ്രസ്സും പറയട്ടെ. ആദ്യം പരിചയപ്പെടണം. ഷഹാബ് എന്നാണ് എന്റെ പേര്. സ്ഥലം മഞ്ചേരി. ഞാൻ ചോദിക്കുന്നത്, മഞ്ചേരി എവിടെയാണ്? മഞ്ചേരി കരുവാരകുണ്ട്. മഞ്ചേരി കരുവാറുണ്ട്? അങ്ങനെ കരുവാറുണ്ടല്ലോ. മഞ്ചേരി അടുത്ത് കരുവാരകുണ്ട്. മഞ്ചേരി അടുത്ത് കരുവാറുണ്ടില്ല. മഞ്ചേരി തന്നെ പ്രദേശം. മഞ്ചേരി അറിയപ്പെട്ട ഒരു സ്ഥലം പറഞ്ഞതാണ്. അല്ല, അങ്ങനെ കരുവാറുണ്ട് എവിടെയാണ്? കരുവാരകുണ്ട് തന്നെ. കരുവാറുണ്ട് എവിടെ? കരുവാറുണ്ട് ഒരു പ്രദേശം പ്രത്യേക. കരുവാറുണ്ട് ഒരു 3 സ്ഥലമുണ്ട്. കരുവാറുണ്ട് എവിടെ? കരുവാരകുണ്ട് സ്കൂളിന്റെ അടുത്ത്. സ്കൂളിന്റെ അവിടെ? ഏത് സ്കൂളിന്റെ അവിടെ? വലിയ ഹൈസ്കൂളിന്റെ അവിടെ. ഹൈസ്കൂളിന്റെ അവിടെ. കരുവാറുണ്ട് ഹൈസ്കൂളിന്റെ അവിടെ. കരുവാറുണ്ട് ഹൈസ്കൂളിന്റെ അവിടെ. നിങ്ങൾ SSFന്റെ ആരാ? SSFന്റെ ആരുമല്ല. APSYസിന്റെ ആരാ? ഒരു പ്രവർത്തകനല്ല. ഒരു പ്രവർത്തകനല്ലേ? ഏപ്പിന്റെ പ്രവർത്തകനല്ല. ഇന്നങ്ങോട് അടുത്ത ആൾ വരട്ടെ. ഏപ്പിന്റെ ആൾക്കാരെ എനിക്ക് ആവശ്യം അല്ല ഈ വിഷയത്തിൽ. ഇല്ല, ഈ വിഷയത്തിൽ ഇപ്പല്ല. ഇവിടെ തന്റെ ഇടമുള്ള ആണത്തമുള്ള കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ വരട്ടെ. ഞാനിതാ കാന്തപുരത്തിന്റെ പ്രവർത്തകനാണ്. ഞാൻ മഞ്ചേരിക്കാരനാണെന്ന് ഒഴിഞ്ഞു മാറണ്ട. മഞ്ചേരിയും കരുവാരകുണ്ടും തമ്മിൽ 40 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു വർഷം പഞ്ചേരിയും തമ്മിൽ ബന്ധമില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറി ഞാൻ കാന്തപുരത്തിന്റെ പ്രവർത്തകനാൻ പറയാൻ ധൈര്യമില്ലാത്ത ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ കാന്തപുരത്തിന്റെ പ്രവർത്തകനാണ്, ഞാൻ ഇന്ന യൂണിറ്റിന്റെ പ്രവർത്തകനാണ്, മെമ്പറാണെന്ന് പറഞ്ഞ് അത്തരം ആളുകളെ നമുക്ക് ആവശ്യം. അങ്ങനത്തെ ആളുകൾ മൈക്ക് വാങ്ങി. ശരിക്കുള്ള ഏപ്പിക്കാരുണ്ടെങ്കിൽ അവർ കൊടുക്കും, ഇല്ലെങ്കിൽ ലാസ്റ്റ് ആൾക്ക് കൊടുക്കാം നമുക്ക്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അയാൾ ഏപ്പിയാണെന്ന് പറയുന്നത്. പക്ഷേ പരസ്യമായി പറയാൻ ഒരു ധൈര്യമില്ല. ഇവർക്ക് കൊടുക്കാം നമുക്ക്. വേറെ ഏപ്പിക്കാർ, ഒറിജിനൽ ഏപ്പിക്കാരെന്ന് പറയാൻ തന്റെ ഉള്ള ആൾക്കാരില്ലെങ്കിൽ മൈക്ക് അദ്ദേഹത്തിന് കൈമാറും. അല്ലേ? വേറെ ആളില്ലല്ലോ? ആളുണ്ട്, ഒരാളുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമുക്കിട്ടുണ്ട്. പരിചയപ്പെടണം. നാസിക്, മലപ്പുറം പുളിക്കൽ. മലപ്പുറം പുളിക്കലോ? മലപ്പുറം ജില്ല പുളിക്കൽ സ്ഥലം. മലപ്പുറം ജില്ല പുളിക്കൽ. പുളിക്കൽ എവിടെയാണ്? പുളിക്കൽ സിയാങ്കണ്ടം. സിയാങ്കണ്ടം. SSFന്റെ ആരാണ്? SSFിലെ പ്രവർത്തകനാണ്. പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മെമ്പറാ? പ്രവർത്തകനാണ്, മെമ്പറാണ്. ഭാരവാഹിത്വമൊന്നുമില്ല? ഇല്ല. ഇല്ല. ശരി, അത് ഒഴിവായിട്ടുണ്ട്. ചോദിക്കാം. പല ആൾക്കാർ ഒഴിവായിക്കൊണ്ടിരിക്കുക ഭാരവാഹിത്വം. ഒരാള് എന്റെ കയ്യിൽ ഷാർ മുബാറക് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയാൽ അതുകൊണ്ട് ബറക്കത്തെടുക്കണമെങ്കിൽ അതിന് സനദ് ബോധ്യപ്പെടുത്തണം എന്നതിന് റസൂലുള്ളാഹിന്റെ ഹദീസോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇബാറത്തോ വായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ വന്നിട്ട് സുഹൃത്തിന്റെ നാസിക്കിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് നൽകുന്നത്. സമയം കുറവായതുകൊണ്ട് കുറഞ്ഞ വാക്കിലൂടെയാണ് മറുപടി നൽകുന്നത്. ശ്രദ്ധിക്കുക.
നിങ്ങൾ സംസാരിക്കാതെ പറയുന്നത് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് ഈ കാണുന്ന മുടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു മുടി കൊണ്ടുവരുമ്പോൾ രണ്ട് കാര്യമാണ് അവിടെ ഉള്ളത്. ഒന്ന്, അത് നബിയുടേതാണോ അല്ലയോ, അതാണ് അതിന്റെ ഒന്നാമത്തെ സെഷൻ. ആണെങ്കിൽ അതുകൊണ്ട് ബർക്കത്തെടുക്കുക എന്നതിന്റെ വിധി എന്ത്, അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ ബർക്കത്തെടുക്കുക എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നബിയുടേതാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ലേ, ഇതാണ് ഇവിടുത്തെ ചർച്ച. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ശർഹ് മുസ്ലിമിൽ പറയുന്നു, ഇമാമിന്റെ ഇബാറത്താണ് പറയുന്നത്, റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ സദസ്സാണ്, ഇമാമിങ്ങളെ കിതാബ് വെച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുക. അതാണ് അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്ന് ഞങ്ങൾ വളവട്ടൂരിൽ വെച്ചുകൊണ്ട് പുളിക്കൽ വെച്ചുകൊണ്ട് പറയാൻ കാരണം. ഇമാം നവവി തങ്ങൾ തന്റെ ശർഹ് മുസ്ലിമിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറയുമ്പോൾ അത് ഒരിക്കലും തന്നെ കളവാവാൻ പാടില്ല. ഇവിടെ കളവാവാൻ പാടില്ല എന്ന് പറയുന്നത് ഒന്നുകിൽ അത് കളവ് പറയുന്നവരിൽ നിന്ന് ഉദ്ധരിച്ചതാവാൻ പാടില്ല, അല്ലെങ്കിൽ സ്വയം കളവായി അവതരിപ്പിച്ചതാവാനും പാടില്ല. ഇത് രണ്ടും കളവിന്റെ പരിധിയിൽ ഇമാം നവവി തങ്ങൾ തന്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സംശയം ഉണ്ടാവും, അത് ഹദീസുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പറഞ്ഞതാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല. ഇമാം നവവി തങ്ങൾ പറയാണ്, ഇതിൽ സവാഉൻ ഫീഹി, ഈ പറഞ്ഞ കാര്യത്തിൽ സമമാണ്, മാ ഫീഹി ഹുക്കുമുൻ, വിധിവിലക്കുകളുള്ള വിഷയങ്ങളാവട്ടെ അല്ലാത്തവയാവട്ടെ, അല്ലെങ്കിൽ തർഹീബ് പ്രചോദനപരമായ വിഷയങ്ങളാവട്ടെ, അല്ലെങ്കിൽ തർഹീബ് ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാവട്ടെ, വഗൈരി ദാലിക, ഇമാം നവവി തങ്ങൾ പറയാണ്, വഗൈരി ദാലിക, മറ്റെന്തുമാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയാൻ പാടില്ല. അത് വൻദോഷമാണ്, ഹറാമാണ്, അത് കുഫറാണെന്ന് വരെ ഇമാമുമാർക്ക് അഭിപ്രായമുണ്ട്. ഇമാം നവവി തങ്ങൾ ശർഹ് മുസ്ലിമിൽ പറയാം. ഇനി അതിനാസ്പദമായിട്ട് ഒരു ഇബാറത്ത് കൂടി ഞാൻ പറയാം. ഇബാറത്ത് വേണമെങ്കിൽ നമ്മളെ കൈവശമുണ്ട്. മഹാനായ ഇമാം സർകശി റളിയല്ലാഹു തആല അൻഹു, ഇമാം സർകശി ശാഫിഈ മദ്ഹബിലെ സമുന്നതനായ ഇമാമാണ്. ശാഫിഈ ഫിഖ്ഹും ഫിഖ്ഹിന്റെ ഉസൂലുൽ ഹദീസും നാം അവലംബിക്കുവാൻ വേണ്ടി, മാനദണ്ഡമാക്കാൻ വേണ്ടി അവലംബിക്കുന്ന ഇമാമുമാരിൽപ്പെട്ട ഒരു ഇമാമാണ് ഇമാം ബദറുദ്ദീൻ സർകശി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് അൻ-നുഖത്ത് അലാ മുഖദ്ദിമത്തി ഇബ്നു സ്വലാഹ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ നബിയിലേക്ക് മൗദൂഇനെ ചേർക്കാൻ പാടില്ല, വ്യാജം ചേർക്കാൻ പാടില്ല. നബിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു സംഗതി വ്യാജമാണ് എന്ന് എങ്ങനെയാണ് ബോധ്യപ്പെടുക? അതിന് ഒരുപാട് ബോധ്യപ്പെടാനുള്ള മാർഗങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുകയാണ്. എന്താണ് സംഭവം? വദക്കറ അബൂ ഹയ്യാൻ അത്തൗഹീദി ഫിൽ ബസാഇരി, ഇമാം അബൂ ഹയ്യാൻ അത്തൗഹീദി തന്റെ ബസാഇർ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു, അനിൽ ഖാലി അബീ ഹാമിദിനിൽ മറൂറുദി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്, അന്ന റജുലൻ അതാ ബാബൽ മഹ്ദി, മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ, ഇത് ഖിയാമത്ത് നാളിന്റെ അലാമത്തായി വരുന്ന മഹ്ദി അല്ല കേട്ടോ, പഴയ കാലത്ത് മരിച്ചുപോയ മഹ്ദിയാണ്. മഹ്ദി റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാണ്, വമഅഹു നഅലാനി, അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് ചെരുപ്പുണ്ട്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹുമാ നഅലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബിയുടെ രണ്ട് ചെരുപ്പുകളാണ്. തിരുശേഷിപ്പാണല്ലോ, നബിയുടെ രണ്ട് ചെരുപ്പുകളാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്തായിരുന്നു? ഖാലൽ മഹ്ദിയു, മഹ്ദി പറയുകയാണ്, വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, മാ ഹുമാ ബിനഇലൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് രണ്ടും നബിയുടെ ചെരുപ്പുകളെ അല്ല. എന്തുകൊണ്ടല്ല? ഒരു ഇസ്തിഫാം, ഇൻകാരി. അവിടെ മഹാനവറുകൾ ചോദിക്കുകയാണ്, എന്താണ്? മിൻ ഐന സാറത്താലഹു, എവിടുന്ന് കിട്ടി ആ ചെരുപ്പുകൾ അയാൾക്ക്? എവിടുന്ന് കിട്ടി പറയണം, അത് വിശദീകരിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ
ഒരു സദസ്സിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇതാ റസൂലുള്ളാഹിന്റെ ചെരുപ്പ്, നബിയുടെ മുടി, നബിയുടെ താടി, നബിയുടെ പുതപ്പ്, നബിയുടെ കുപ്പായം, ഇത് അംഗീകരിക്കാൻ പാടില്ല. നബിയുടെ ചട്ടി, നബിയുടെ കപ്പ്, ഇത് സ്വീകരിക്കാൻ പാടില്ല, തള്ളണം. അത് മൗദൂഇന്റെ ഗണത്തിൽ ഉൾപ്പെട്ടതിന് ഉദാഹരണമായിട്ട് മഹാനായ ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ ഇമാം ബദറുദ്ദീൻ സർകശി തന്റെ അൻ-നുഖത്ത് അലാ മുഖദ്ദിമത്തി ഇബ്നു സലാഹിൽ പറയാണ്. മറ്റു കിതാബുകളിലും അത് വളരെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ കുറവ് കാരണത്താൽ ഞാൻ ആ ചോദ്യത്തിന് ഈ ഒരു മറുപടി കൊണ്ട് ചുരുക്കുകയാണ്. ആൾക്കെന്നെ മൈക്ക് കൊടുക്കി, ഞങ്ങളുടെ സംശയം തീർന്നു പറയാലോ. അപ്പോ ഒരു ആള് ഒരു ഷഅർ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിന് സനദ് ഇല്ലാന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ അത് ഷഅറാണെന്ന് തെളിയിക്കാനുള്ള ഇസ്ലാമികമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞ മാനദണ്ഡം എന്താ? MT അബൂബക്കർ ദാരിമി തന്നെ മറുപടി തൊട്ടു. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ സദസ്സാണ്. ഒളവട്ടൂർ സംവാദ വ്യവസ്ഥയിൽ സുന്നികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുത്തത്. അന്ന് ഈ വിഷയകമായ സംവാദത്തിന്റെയും ചർച്ചയുടെയും പ്രമാണമെന്ത് എന്ന ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. അപ്പൊ ഇമാമുമാരാണ് ഈ വിഷയത്തിൽ തീരുമാനം പറയേണ്ടത്. റസൂലുള്ളാഹി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇമാമുമാർ ഈ വിഷയത്തിൽ തീരുമാനം പറയണം. എന്താണ് ഇമാമുമാർ? ഇമാമുമാരുടെ തീരുമാനമാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്. എവിടുന്ന് കിട്ടി എന്ന് ബോധ്യപ്പെടണം. പിന്നെ ഇമാമുമാരുടെ വിഷയം പറയുമ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇത് വഹാബികളുടെ ചോദ്യമാണ്. നിങ്ങൾ വഹാബി സംഘടനക്കരുത്. ഇമാമുമാരുടെ ഒരു പ്രസ്താവനയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നവരാണ് സുന്നികൾ. പക്ഷേ ഏപ്പിക്കാരെന്ന നിലപാടും മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒട്ടൊരു സംവാദം പ്രതിപാദിച്ചല്ലോ, അതില് സനദ് വേണോന്ന് അവർ ചോദിച്ചു. അവരങ്ങനെ ചോദിക്കാനുള്ള കാരണം ഇതുവരെ കവലകൾ തോറും പ്രസംഗിച്ച് നടന്നത് സനദല്ല ചോദിച്ചത്, സനദ മാത്രമായിരുന്നു ചോദിച്ചത്. അന്ന് ഞങ്ങള് മറുപടി പറയുമ്പോൾ അഹ്ലുസുന്നയുടെ കിതാബായിരുന്നു പറഞ്ഞത്. ബഹുമാനപ്പെട്ട കോട്ടുമല ബാബൂസിയാർ പറഞ്ഞു, നിങ്ങളുടെ മുഷാവറയുടെ തീരുമാനം അത് അംഗീകരിക്കണമെങ്കിൽ സനദ് ബോധ്യപ്പെടുത്ത സനദ് തെളിവാക്കട്ടെ, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. അതുള്ളത് കൊണ്ടാണ് അവിടെ ഇതുവരെ പറഞ്ഞിട്ട് അഹ്ലുസുന്നയുടെ കിതാബൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല അതുവരെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് സനദ് വേണോ എന്നാ സനദോടുകൂടി പൂർണ്ണമാകല്ലോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നിങ്ങൾ അതിനെ സനദിനെ കുറിച്ച് അന്ന് പ്രതിപാദിച്ചിട്ടേ ഇല്ല. സുഹൃത്തിന് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എവിടുന്ന് കിട്ടി എന്ന് ബോധ്യപ്പെടാതെ സ്വീകരിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഞാനിപ്പോ മറുപടി പറഞ്ഞത്. ഇത് സുന്നികളുടെ സദസ്സാണ്. ഇവിടെ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കീഴടങ്ങുന്നവരാണ് സുന്നികൾ. പിന്നെ അതിനെ അവഗണിച്ചുകൊണ്ട് റസൂലിന്റെ ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്ന സമ്പ്രദായം സുന്നികൾക്കില്ല. പറയട്ടെ. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയുടെ തീരുമാനം എന്താണ്? അടിസ്ഥാനം ബോധ്യപ്പെടുന്നതുവരെ പൊതുജനങ്ങൾ അതുകൊണ്ട് വഞ്ചിതരാവരുത് എന്നാണ് മുശാവറയുടെ തീരുമാനം. പറയട്ടോ, കേൾക്ക്. മൈക്ക് തരുമ്പോൾ സംസാരിച്ച പ്രതികരിച്ചാൽ മതി, മറുപടി തീർന്നിട്ടില്ല. അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് പറഞ്ഞു, അതിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ് സനദ്. ഞാൻ പറയട്ടെ, അതിൽപ്പെട്ട അഥവാ അടിസ്ഥാനം ബോധ്യപ്പെടുന്നതുവരെ എന്ത് ചെയ്യരുത്? വഞ്ചിതരാവരുത്. അടിസ്ഥാനം എങ്ങനെയാണ് ബോധ്യപ്പെടൽ? എങ്ങനെയാണ് അടിസ്ഥാനം ബോധ്യപ്പെടൽ? അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ആയിരക്കണക്കായ മജ്ലിസുകളിൽ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ ഈ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട്. 3 മാർഗങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ കാലങ്ങളായി ഖലഫൻ അൻ സലഫ്, നിരാക്ഷേപം, കളവിന് യാതൊരു പഴുതുകൊടുക്കാത്ത വിധം അറിയപ്പെട്ടു പോരുക. അത് സനദ് ഖവിയാണ് എന്ന് മഹാനായ അബ്ദുൽ ഗനിയും നാബലുസി തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു മാർഗമാണ് അടിസ്ഥാനം ബോധ്യപ്പെടാൻ. അതുപോലെ നമ്മുടെ അഹ്ലുസുന്നയുടെ ഇമാമുമാർ അംഗീകരിച്ച മറ്റൊരു മാർഗമാണ് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അൽ ഖഫാജി തന്റെ നസീമുൽ ഇയാദിലൊക്കെ ഉദ്ധരിച്ച ഒരു മാർഗമുണ്ട്. നബിയുടേതാണെന്ന അനുമാനത്തിന് അവിടുത്തെ ഖുസൂസിയത്തുകൾ പരിശോധിക്കുക. നേരത്തെ അബ്ദുസലാം ബാഖവിയുടെ സുചിന്തിതമായ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നബിയുടെ സവിശേഷതകൾ ആ മുടിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
ഇത് രണ്ടും ഏപ്പിന്റെ മുടിക്കില്ല, ഏപ്പിന്റെ മുടിയല്ല, ഏപ്പി കൊണ്ടുവന്ന മുടിക്കില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അത് ഏപ്പിക്കാരനെ സമ്മതിച്ചതാണ്. എങ്കിൽ ഇവിടെ അടിസ്ഥാനത്തിന്റെ മറ്റൊരു മാനദണ്ഡമാണ് സനദ്. അതാണ് ഇമാം ബദറുദ്ദീൻ സർകശി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബിൽ ഉദ്ധരിച്ചത്. മാത്രമല്ല ജവാഹിറുൽ ബിഹാറിൽ യൂസുഫ് നബ്ഹാനി അബ്ദുൽ ഗനിയ്യ് നാബലുസിയോട് ഉദ്ധരിക്കുന്നിടത്ത് എന്താ വിഷയം? യക്ഫിൽ ഇസ്തിഹാറു, കാലങ്ങളായി പ്രസിദ്ധമാവുക എന്നുള്ളത് മതിയാകും എന്ന് പറഞ്ഞാൽ പ്രസിദ്ധപ്പെടുന്നില്ലെങ്കിൽ സനദ് തന്നെ വേണം എന്നാണ്. യക്ഫി എന്ന് പറഞ്ഞാൽ എന്താണ് അറബി ഭാഷയിൽ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഒന്നുകൂടി മറ്റൊരു കാര്യം അവിടെ ക്ലിപ്പിൽ വരുന്നുണ്ട്. യക്ഫി എന്ന് പറഞ്ഞാൽ എന്താ? സനദ് മതി, ഇതില്ലെങ്കിൽ സനദ് എന്തായാലും വേണമെന്നാണ് നാബലുസി പറയുന്നത്. ഇനി സനദ് വേണമെന്നുള്ള വാദം ആദ്യം ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? ഇൻഷാ അല്ലാഹ് ക്ലിപ്പിൽ നിങ്ങൾ കേൾക്കും. കൂട്ടത്തിൽ ചോദ്യകർത്താവ് പറഞ്ഞു പൊളിക്കലെ ചൂണ്ട് സനദിനെ കുറിച്ച് ഒന്നും മിണ്ടിയിലാണ് അല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. ഇത് കേൾപ്പിച്ചേ. അവരെ മധ്യസ്ഥൻ ആ സൗണ്ട് കൊടുക്കട്ടോ. നമ്മുടെ സൗണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഓപ്പറേറ്റർ നമ്മള് സനദിന്റെ ചർച്ച വന്നു. നമ്മൾ പറഞ്ഞു നമ്മുടെ ചർച്ച സനദല്ല. ഇനി സനദാണെങ്കിൽ സനദ് മതി. നമ്മുടെ കയ്യിൽ സനദാണെങ്കിൽ അത് അവരെ മധ്യസ്ഥൻ എന്ന് തുറന്നു പറയുന്നുണ്ട്. അവര് സനദ് മതിയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് അവരെ മധ്യസ്ഥൻ പറയുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ട്. അത് കേൾപ്പിച്ചെടുക്കാം. പറഞ്ഞാൽ പിൻവലിക്കൂലേ? അല്ല, പറഞ്ഞാൽ പിൻവലിക്കൂലേ? കേട്ടിട്ട് ആയിക്കോട്ടെ, കേട്ടു മതി. സോണെടുത്തു. സ്വന്തം നമുക്ക് പറയാനുള്ളത് സംവാദം ഇത് ഇപ്പോ 16-17 ചാൻസുകളായി അങ്ങോട്ട് കിട്ടും. ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രമാണമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയും. അതാണ് ഏറ്റവും നല്ലത്. അതെ, നിങ്ങൾ പറഞ്ഞത് സനദ് വേണമെന്നാണല്ലോ. ഇതുവരെ എഴുതിയത് നിങ്ങൾ സനദ് വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് നടക്കണം എന്ന് സനദ് വേണമെന്നുള്ള ഈ കുട്ടി ചോദിച്ച അതേ വിഷയങ്ങളാണ് പറയുന്നത്. ഈ ശ്രദ്ധിച്ചോ. ആഗ്രഹമുണ്ട്. സനദ് വേണമെന്നുണ്ടെങ്കിൽ സനദ് മതിയോ? സനദ് വേണം. മധ്യസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് പ്രാവശ്യം സനദ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സനദ് മതിയെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മധ്യസ്ഥന പറഞ്ഞേ, ഞങ്ങൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സനദ് മതി എന്ന്. കേട്ടോ, ഒന്നും കേൾപ്പിക്കാം. മധ്യസ്ഥം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. സനദ് വേണമെന്നുണ്ടെങ്കിൽ മധ്യസ്ഥം പറഞ്ഞു. കേട്ടോ, നിങ്ങൾ പങ്കെടുത്താളല്ല. നിങ്ങളെന്താ പറയണത്? പങ്കെടുത്തനാണ്. കേട്ടോ, ഞാൻ പറയട്ടെ. പങ്കെടുത്ത ആ പരിപാടിയിൽ പങ്കെടുത്ത മധ്യസ്ഥൻ നിങ്ങളെ വിഭാഗത്തോട് പറയാ സനദ് മതി ഇവരിന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, മധ്യസ്ഥൻ അംഗീകരിക്കും. അതിന് മുമ്പ് പ്രാവശ്യം സനദ് മതി പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞ നിങ്ങൾ മധ്യസ്ഥന പറഞ്ഞത്? ഞാൻ പോയി കൊടുക്കേ പറട്ടെ. നിങ്ങൾ സമ്മതിച്ച ഭാഗം ഒന്ന് കാണിക്കാൻ പറ്റുമോ? ശരി, പറഞ്ഞപ്പെടുത്തും. എന്നാ ഞാൻ പിൻവലിക്കോ? മധ്യസ്ഥന തള്ളില്ലേ? നിങ്ങൾ മധ്യസ്ഥന തള്ളി അല്ലേ? നിങ്ങൾ മധ്യസ്ഥന തള്ളി. ഇനി നിങ്ങളെ മധ്യസ്ഥ പങ്കെടുത്ത മധ്യസ്ഥന പറയണത് സനദ് മതി എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. കേൾപ്പിക്കും. ബഹുമാനോട് മധ്യസ്ഥന്റെ അഭിപ്രായം ചോദിച്ചാണ്. അതിനുള്ള മറുപടി പറയും. മൈജോടിനെ പറഞ്ഞോളൂ. ഞങ്ങൾ വേറെ സ്ഥാനത്ത് ഇപ്പൊ എല്ലാവർക്കും ഒരു എഗ്രിമെന്റ് എഴുത്തേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സനദാണോ വേണ്ടത്? അതല്ലേ ഏത് കിതാബാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്? ആ കിതാബിന്റെ പേരോ അല്ലെ സനദാണ്? സനദ് നിങ്ങൾ പറഞ്ഞാൽ പൊന്നെ അത് പറയാനാണ് സംവാദത്തിന് ഞങ്ങൾ വരുന്നത്. അത് സംവാദത്തിന് നിങ്ങൾ സുന്നത്തമായത്തിന്റെ അഗ്നിസുന്നത്തമായിട്ട് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. അപ്പൊ അഗ്നിസുന്നത്ത് സനദ് അംഗീകരിക്കുന്നുണ്ട് അഗ്നിസുന്നത്തമായിട്ട്. അപ്പൊ സനദ് കൊണ്ടുവന്നാൽ മതിയോ? സനദ് കൊണ്ടുവന്നാൽ മതി. അംഗീകരിച്ചോ? മതിയോ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതും കൽപ്പിച്ചെന്നു, അത് മധ്യസ്ഥന്റെ പറഞ്ഞതും കൽപ്പിച്ചെന്നു. ഇനി എന്തുകൊണ്ട് കൊടുക്കും? പറട്ടെ. സനദ്
സനത് ഉണ്ടെങ്കിലേ സ്വീകരിക്കാവൂ, സനത് വേണം, എന്നാലേ അത് ഞങ്ങൾ പല വാപ്പുസ്യാർ ഇപ്പൊ വാപ്പിനെടുക്കുക ഞങ്ങൾ എന്നിട്ട് അവിടെ വെച്ചിട്ട് നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ആ സംവാദത്തിൽ സനദിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയായിരുന്നു പറഞ്ഞല്ലേ? ഞങ്ങൾ സനത് മതി സമ്മതിച്ചില്ലേ? കൊടുക്കുക സമ്മതം സമ്മതിച്ചില്ലേ? ഏപ്പിന്റെ അനുയായികളെ പറ്റ സഹോദരൻ അഹ്ലുസുന്നയുടെ കിതാബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങൾ സനത് മതിയെന്ന് കേട്ടില്ലേ? സദസ് കേട്ടില്ലേ? മാത്രമല്ല അവരെ മധ്യസ്ഥൻ നിങ്ങളുടെ നേതാവിനോട് പറയുന്നത് എന്താ പറഞ്ഞത്? സനത് മതിയെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഏത് വേണമാണ് എന്താ ചെയ്യേണ്ടത്? ഇനി ഏതാ വേണ്ടത്? അടുത്ത വഴി കൊടുക്കേ. വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഉരുളാൻ നിൽക്കണ്ട. ശരിക്ക് കേട്ടല്ലോ, സനത് മതി എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് നിങ്ങളെ മധ്യസ്ഥൻ നിങ്ങൾ ആൾക്കാരോട് തുറന്നു പറഞ്ഞു സനത് മതിയോട് സമ്മതിച്ചിട്ടുണ്ട്. പോരെ? പിന്നെ നമ്മൾ നിശ്ചയിച്ച സമയം 6 മണി ആണെങ്കിലും നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ 6 മണി നമ്മൾ ഷാർപ്പ് വെക്കാൻ കാരണം നിസ്കാരത്തിന് ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിസ്കാരം കഴിഞ്ഞവർ കുഴപ്പമില്ല, പരിസരത്തുള്ള സൗകര്യത്തിന് പോയി നിസ്കരിക്കണം. നമ്മൾ ഈ ചോദ്യം ഇങ്ങനെ ഉള്ള സ്ഥിതിക്ക്, ചില്ലറ ആൾക്കാരെ ഉള്ള സ്ഥിതിക്ക് ഒരു 10 മിനിറ്റ് കൂടി നീട്ടാൻ സാധാരണ നമ്മൾ പ്രിയങ്കരനായ ഇസ്മായിൽ സക്കാഫി കൂടി ഇവിടെ സജ്ജനായി എത്തിയിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ തന്നെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടെന്ന് പറഞ്ഞു. ഷാബ. പിന്നെ ആകത്തുക ഈ കുട്ടി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് ആര് വന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കണം എന്നാ പറഞ്ഞത്. അത് പറ്റും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? അങ്ങനെ പ്രശ്നമില്ല. എന്നാ എങ്ങനെ മോന് പറഞ്ഞത്? അത് മൈക്കൊടുത്തട്ടെ. മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചത്? ഏത് അതിന്റെ മാനദണ്ഡം? അതിന് സ്വീകരിക്കാതെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചത്? ആരൊന്ന് പറഞ്ഞാലും അത് അപ്പാടെ തള്ളിക്കളയാൻ പറ്റൂല. ഇല്ല, അതും സമ്മതിച്ചു. ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ, അതിന് ദീൻ അംഗീകരിച്ച 3 സംവിധാനങ്ങൾ പറഞ്ഞു. ആ സംവിധാനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പിന്നെന്താ സംശയം? സംവിധാനങ്ങളല്ല കോട്ടുപല മാപ്പൂസ്ലിയാർ പറഞ്ഞേ. കോട്ടുപല മാപ്പൂസ്ലിയാറാണ് മുഷാവറ തീരുമാനിച്ചു എന്ന സനത് കൊണ്ട് സ്ഥിരപ്പെട്ടാൽ മാത്രം അത് അംഗീകരിക്കാവൂ എന്നാണ്. ശരി, ഇപ്പൊ മനസ്സിലായി. ഓക്കെ. അതായത് ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ പ്രസംഗത്തിൽ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനം തെളിയിക്കപ്പെടാൻ സനത് വേണം എന്ന് പറഞ്ഞു. മറ്റ് 2 വഴികൾ ആ പ്രസംഗത്തിൽ പറഞ്ഞില്ല എന്നുള്ള പ്രശ്നം അല്ലേ? അത് കറക്റ്റാണ് കുട്ടി പറഞ്ഞത്. ബാപ്പു മുസ്ലിയാർ പ്രസംഗിച്ച സമയത്ത് 3 ഒരേ സമയം ഒപ്പം പറഞ്ഞില്ല എന്നുള്ളത്. അതേസമയം ബാക്കി ആളുകൾ പറഞ്ഞു. എന്നാൽ ഇതേത് തെറ്റാണെങ്കിൽ 3 വഴിയും ഒപ്പം ഒരേ സമയം പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ ആ വലിയ തെറ്റ് ആദ്യം ചെയ്തത് ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ്. അദ്ദേഹം ഈ മുടി കൈമാറുന്ന അവസരത്തിൽ പറഞ്ഞു, ഈ മുടി സ്ഥിരപ്പെടാനുള്ള മാനദണ്ഡം അസ്നാദ്. ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ സനത് വേണം. സനത് ഉണ്ടെങ്കിലേ സ്ഥിരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സനത് വായിച്ചാണ് ഈ മുടി കൈമാറുന്നത്. അവിടെ 3ാമത്തെ മാനദണ്ഡം അദ്ദേഹം പറഞ്ഞിട്ടില്ല, 2ാമത്തെ മാനദണ്ഡം പറഞ്ഞിട്ടില്ല. AP പറഞ്ഞത് തെറ്റാണോ മോനെ? മൈക്കൂർ AP പറഞ്ഞത് തെറ്റാണോ? AP ഉസ്താദ് അത് പറയുന്നത് സനദ്ദാന സമ്മേളനത്തിലാണ്. സനദ്ദാന സമ്മേളനം നടന്നിട്ടില്ലേ? പറഞ്ഞുതരാം. അവിടേക്ക് പറയട്ടെ. ഈ കണ്ട ജനങ്ങൾക്ക്, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, ഈ മുടി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പച്ചയായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്, സനത് കൊണ്ടേ ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടൂ എന്ന് പറഞ്ഞിട്ട് വളരെ പച്ചയായി അദ്ദേഹം സനത് വായിക്കാൻ ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നുണ്ട്, ഇതാ ഉസ്താദിനോട് ടെലിഫോണിൽ സനത് ചോദിച്ചിട്ട് ഈ മുടിയുടെ സനത് പറഞ്ഞു കൊടുക്കാത്ത ആളുകൾ അത് പറഞ്ഞു കൊടുക്കാത്തതിനു വേണ്ടി ഉസ്താദിനെ കുറ്റപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടി പരസ്യമായി മുടിയുടെ സനത് വായിച്ചുകൊണ്ടാണ് മുടി കൈമാറുന്നെന്ന് പച്ചയായി കാന്തപുരം പേരോട് പറഞ്ഞിട്ടുണ്ട്. ഈ സുഹൃത്ത് നിഷേധിക്കണമെങ്കിൽ കിട്ടപ്പെട്ടെന്ന പിൻവലിക്കോ, തെറ്റിരിക്കോ? ഉസ്താദ് പ്രസംഗിച്ചത് സനദ്ദാന സമ്മേളനത്തിലാണ് ഞാൻ പറഞ്ഞു. എല്ലാം നിങ്ങൾ പറഞ്ഞു സനദ്ദാന സമ്മേളനമാണ്. ഞാൻ തെളിയിച്ചാൽ സനദ്ദാന സമ്മേളന മുടിദാന സനദ്ദാന സമ്മേളനം ആദ്യം സനദ്ദാന. ഓക്കെ, മൈക്കോ പറഞ്ഞ കാന്തപുരം ഈ മുടി കൈമാറിയതും ഈ മുടി കൈമാറിയതും സനത് കൊടുക്കുന്നതും ഒരേ സമ്മേളനത്തിലാണ്. പറഞ്ഞ വിഷയം
ഈ മുടിയുടെ കൈമാറ്റത്തിനുള്ള ആധികാരിക തെളിവായിട്ടാണ് ഈ കുട്ടികൾക്ക് സനത് കൊടുക്കുന്നതിനെ കുറിച്ചല്ല കാന്തപുരം പറഞ്ഞത്. മുടിയുടെ തെളിവിനെ കുറിച്ചാണ് ഇന്നമ ദീനു ബിൽ ഇസ്നാദ്, ഇത് സനത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് കാന്തപുരം പറഞ്ഞതും അത് പച്ചയായി അദ്ദേഹം കൃത്യമായി സ്ഥാപിക്കുന്നുണ്ട്. ഈ മുടി ഇതാ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് ആ വഴിക്ക് പരമ്പരയുള്ള കൃത്യമായി സനത് സഹിതം തെളിഞ്ഞു കിട്ടിയതാണെന്ന് മുടിയെക്കുറിച്ച് തന്നെയാണ് കാന്തപുരം പറഞ്ഞതെന്ന് ക്ലിപ്പ് കേൾപ്പിച്ചാൽ SSF വിടുവോ? അത് സനദ്ദാന സമ്മേളനത്തിലല്ല, അത് നിങ്ങളുടെ അനുമാനമാണ്. സനദ്ദാന സമ്മേളനം ശരി. ഇത് അനുമാനമല്ല, കാന്തപുരം മുടിയെക്കുറിച്ച് തന്നെയാണ് ആ സമ്മേളനത്തിൽ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് സനത് എന്ന് പറഞ്ഞത് എന്ന് ക്ലിപ്പ് കേൾപ്പിച്ചു തന്നാൽ കാന്തപുരം ഗ്രൂപ്പ് വിടുവോ? അത് നിങ്ങൾ ചോദ്യത്തിന് മറുപടി വേണം. AP വിടുവോ? AP വിടുവോ? ഫുള്ളായിട്ട് ചോദ്യത്തിന് മറുപടി വേണം. ഇവിടെ ഒറ്റ വിഷയമുള്ളൂ. ഞാൻ പറഞ്ഞൊരു വിഷയം, ഇവിടെ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ വിട്ടുകളാക്കാൻ പാടില്ല. ഇവിടെ കാര്യം വളരെ ക്ലിയറാണ്. കോട്ടമല ബാപ്പുസ്ലിയാർ പ്രസംഗിച്ച സമയത്ത് ഇവിടെ മുടി നിങ്ങൾ ആ കൊണ്ടുവന്ന മുടി കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനം കിട്ടണം, സനത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ നിഴല് നോക്കണം, കത്തിച്ചു നോക്കണം, ഇങ്ങനെ എല്ലാം കൂടി പറഞ്ഞുതരാം. ശരി, അങ്ങനെ എല്ലാം കൂടി പറഞ്ഞ് ബാക്കിയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വിശദമായി പ്രസംഗിക്കുന്ന സമയത്ത്. എല്ലാം കൂടി പറഞ്ഞിട്ടില്ലാത്ത ഒരേ സമയം പറഞ്ഞില്ലെങ്കിൽ തെറ്റാണെങ്കിൽ ആ തെറ്റ് ആദ്യം ചെയ്ത് കാന്തപുരം എന്നല്ല ഞാൻ പറഞ്ഞത്. അതെ, ആ പറഞ്ഞത് ഇവിടെ തെളിയിച്ചു തരാന്ന് പറഞ്ഞപ്പോ അത് സനദ്ദാന സമ്മേളനത്തിലാണ് പറഞ്ഞത്. സനത് കുട്ടികൾക്ക് കൊടുക്കുന്ന പറ്റിയാണ് ഈ കുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞു അല്ലേ? അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞു അത് സനത് കൊടുക്കുന്നതിനെ മുതഅല്ലിമീങ്ങൾക്ക് സനത് കൊടുക്കുന്നതിനെ കുറിച്ചല്ല, മുടി കൈമാറ്റം ആധികാരികമാണ് സ്ഥിരീകരിക്കാനാണ് കാന്തപുരവും പേരോടും ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറഞ്ഞ ഹദീസ് ഓതിയും ഞാൻ തെളിയിച്ചു തരാന്ന് പറഞ്ഞു അല്ലേ? അതെ, അങ്ങനെ തെളിയിച്ചു തന്നാൽ കാന്തപുരം ഗ്രൂപ്പ് വിടോടല്ല എന്നാ കുട്ടി പറഞ്ഞത്. ഈ ചോദ്യത്തിന് മറുപടി ഉണ്ട് അടുത്ത ചോദ്യം. അത് തെളിയിച്ചു തന്നാൽ ഇത് മുടി ആധികാരികമാണെന്ന് തെളിയിക്കാൻ സനത് വേണം. അവിടെ കാന്തപുരം നിഴലുണ്ടോ എന്ന് പരിശോധിക്കലാണ് മാനദണ്ഡമെന്ന് കാന്തപുരം അന്ന് പറഞ്ഞിട്ടില്ല. അത് കത്തുമോ എന്ന് പരിശോധിക്കലാണ് മാനദണ്ഡമെന്ന് കാന്തപുരം അന്ന് പറഞ്ഞിട്ടില്ല. അത് ഈച്ചയിരിക്കുമോ എന്ന് നോക്കലാണ് മാനദണ്ഡമെന്ന് കാന്തപുരം പറഞ്ഞിട്ടില്ല. അത് സലഫൻ ആൻഡ് സലഫിൻ പൂർവികമായി കൈമാറിപ്പോന്ന് ഏകകണ്ഠമായി അംഗീകരിക്കലാണ് തെളിവ് എന്ന് അന്ന് കാന്തപുരം പറഞ്ഞിട്ടില്ല. കാന്തപുരം ഒരേ ഒരു തെളിവാണ് കാന്തപുരം പേരോടും ആ സമ്മേളനത്തിൽ ആവർത്തിച്ചു പറഞ്ഞത്. ഈ മുടി സനത് വഴി കൈമാറിപ്പോന്നതാണ്. ഇത് അഹമ്മദ് ഹസ്രജി അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് അങ്ങനെ ആ വഴിക്ക് കടന്നു വന്നതാണ്. ഇത് ആ പരമ്പരയുടെ വായിച്ചു കേൾപ്പിക്കുമെന്ന് പച്ചയായി കാന്തപുരം പറഞ്ഞുവെന്ന് മുടിയെക്കുറിച്ചാണെന്ന് തെളിയിക്കാൻ ഞാൻ സന്നദ്ധനാണ്. കാന്തപുരത്തിന്റെ ഈ പ്രവർത്തകനായ അനുജൻ സുഹൃത്ത് പറയുന്നു അല്ലത് സനദ്ദാന സമ്മേളനത്തിൽ സനത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. ഇതാ കൃത്യമായി ക്ലിപ്പിട്ട് അത് മുടിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് തെളിയിച്ചാൽ കാന്തപുരം ഗ്രൂപ്പ് വിടോ ഇല്ലേ? യെസ് ഓർ നോ മറുപടി വേണം. യെസ് ഓർ നോ മറുപടി. കാന്തപുരം കാന്തപുരസ്ഥ പറയണ്ട, യെസ് ഓർ നോ. യെസ് ഓർ നോ പറ. ആ വിഷയം പറയണ്ട, വിഷയം പറയാനല്ല പറയാം. ഒന്നുകിൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അത് മൈക്ക് തന്നെ തരാം. ശരിക്കും രണ്ടിലൊന്ന് പറയണം. കൊടുക്കും മൈക്ക് രണ്ടിലൊന്ന് പറയാം. കൊടുക്കുക. യെസ് ഓർ നോ പറ. അത് അറിയാൻ പറ്റില്ല. ആണ് അല്ല. അത് അറിയാൻ പറ്റില്ല. ആണ് അല്ല. എങ്ങനെ ഞാൻ പറയാം. കാന്തപുരം ഉസ്താദ് അവിടെ ഇന്നമദ്ദീൻ ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മുടിയുടെ സനത് ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചു തന്നാൽ ഞാൻ ഉറപ്പായിട്ടും SSF ഇടാൻ തയ്യാറാണ്. അല്ലാഹു അക്ബർ. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന് പറഞ്ഞത് ഈ മുടിയുടെ സനദിനെ കുറിച്ചാണ് എന്നും തുടർന്ന് അത് വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇതാ സനദ് വായിച്ച് കേൾപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ആ കൃത്യമായി പ്രസംഗത്തിന്റെ ഭാഗം കേട്ടാൽ മോണി കാന്തപുരം ഗ്രൂപ്പ് വിടാൻ റെഡിയല്ലേ? നിങ്ങളുടെ അനുമാനം പറയാതെ അത് അങ്ങനെ പറഞ്ഞ് ഏറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിടാൻ തയ്യാറാണ്. അനുമാനം നിങ്ങളെ വ്യാഖ്യാനിച്ച് അതിലേക്ക് എത്തിച്ചാൽ പോരാ. പറയല്ല, കാന്തപുരത്തിന്റെ പ്രസംഗവും പേരോടിന്റെ പ്രസംഗവും ഈ സനത് കൈമാറ്റ ചടങ്ങും അത് സംബന്ധിച്ച പ്രസംഗം ഡീറ്റെയിൽ ആയി കേൾക്കുകയാണെങ്കിൽ അത് കൃത്യമായി ഈ മുടിയെക്കുറിച്ചാണ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നീ കാന്തപുരം ഗ്രൂപ്പ് വിടുന്ന പരസ്യമായി എഴുതരുമോ? ഉസ്താദ് അതിലെ ഉസ്താദ് എന്ന് പറയാൻ പാടില്ല. ഈ വിഷയത്തിൽ മറുപടി പറയാൻ എന്താ ഉസ്താദ്? അങ്ങനെ എത്ര ഉസ്താദ് മുടി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ സനത് വായിക്കുന്നത്. അപ്പൊ സനത് ഉണ്ടെങ്കിലേ വിശ്വസിക്കാവുന്ന നിലക്കാണ് വായിച്ചതെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറില്ല. എന്താണ്
ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പറഞ്ഞത്? എ.പി. ഉസ്താദ് പറഞ്ഞ ഇന്നമദ്ദീൻ ബിൽ അസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന് പറഞ്ഞത് ഇവിടെ വായിക്കുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന ഷഅറിന് വേണ്ടിയിട്ടാണ്. അത് ഉണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാവൂ എന്നുള്ള നിലക്കാണ് പറഞ്ഞതെന്ന് എ.പി. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും രസപ്പെടുന്നത് ചെയ്യാം. ശരി, ഇവിടെ ഇന്നമദ്ദീൻ ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന് പറഞ്ഞത് ഈ മുടിയുമായി ബന്ധപ്പെട്ടാണെന്നും അതിന്റെ അനുബന്ധമായി ഈ മുടി ഇദ്ദേഹത്തിന്റെ ഷെയ്ഖ് അഹമ്മദ് ഷെയ്ഖ് മശായിഖുമാർ വഴിക്ക് കിട്ടിയതാണ് എന്നും കൃത്യമായി തെളിയിക്കുന്നതും കുട്ടികൾക്ക് സെനത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല എന്നും ബോധ്യപ്പെട്ടാൽ, അങ്ങനെ കാന്തപുരത്തിന് പേരുണ്ടി പ്രസംഗം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം കാന്തപുരം ഗ്രൂപ്പ് വിടാനാണത്. മോൻ ഒന്ന് എഴുതന്ന, ഞങ്ങൾക്ക് സമയം നീക്കിവെക്കുമ്പോൾ ഒരു ഫലമാണല്ലോ, ഒന്ന് എഴുത്തര് ഞാൻ രാജിവെക്കുന്നു. അതിന്റെ പേരോ അഡ്രസ്സൊക്കെ ഒന്നുകൊണ്ടാ, ഫോൺ നമ്പർ എഴുതി. നമ്മൾ നിസ്കരിക്കേണ്ട ആൾ നിസ്കരിച്ചോളൂ, 30 എഴുതട്ടെ. നിസ്കരിക്കേണ്ട ആൾ നിസ്കരിച്ചോളൂ. നിസ്കരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നല്ല ഗ്യാപ്പാണ്, നിസ്കരിച്ചോ 5 മിനിറ്റ്, അതിനിടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് തരാൻ ഓരോ ഫോൺ നമ്പർക്കും ചെക്ക് ചെയ്യട്ടെ ഇയാൾ ശരിക്കുള്ള ആളെന്നെയാണോ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പോടെ കേൾപ്പിക്കാൻ പോവാണ്. ഒരാള് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംവാദത്തിൽ കാന്തപുരം ഗ്രൂപ്പ് വിടുന്ന ദൃശ്യം നമ്മൾ കാണാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷം കാത്തിരിക്കാം. എല്ലാവരും അവനൊരു സീറ്റ് തന്നെ പോയിരിക്കണം, സീറ്റ് പോയിരിക്കും ഇൻഷാ അല്ലാഹ്. അത് എഴുതട്ടെ. ഒന്ന് പറയുന്നത് കൈകരുതി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവരും ഇരിക്കണം. നമ്മളെ അച്ചടക്കമുള്ളവരാണ്. കുമാരയുടെ സ്ഥാനം പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിൽക്കുന്നത് നമ്മളെ അച്ചടക്കമെല്ലാം തോന്നിപ്പോകും. അത് ചെയ്യാൻ എല്ലാവരും ഇരിക്കണം. അത് എഴുതട്ടെ. നമ്മൾ നിങ്ങൾക്കറിയാം, മർക്കത്തിൽ മുടി കൊടുക്കുമ്പോൾ കാന്തപുരം തുറന്നു പറഞ്ഞു തീരുന്ന കാര്യങ്ങൾ സ്ഥിരപ്പെടുന്ന സഹത്ത് കൊണ്ടാണ് എന്നെ ബുദ്ധിമുട്ടില്ല. എന്നിട്ട് അതിനെ ആണെങ്കിലും പറഞ്ഞു നമ്മൾ ഈ കുട്ടികൾക്ക് സനത് കൊടുക്കുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് ഇതിനെ തുല്യപ്പെടുത്തിയാണ് സനത് പോലും പറയുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന സനത് പോലും അങ്ങനെയാണ് പറയുന്നത്. അതേ എഴുതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പിൽ കാണാൻ കഴിയും. അതോടുകൂടെ ആ സഹോദരൻ ആ ഗ്രൂപ്പ് വിടുക തന്നെ ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാൻ. ഏതായാലും കാന്തപുരം മണ്ഡലത്തിൽ ഒരു അനുയായികരമാണ്. അയാൾക്ക് ഇതിൽ ഹിദായത്ത് കിട്ടിയാൽ വലിയ ഉപകാരപ്രദമായ ഫേസായിട്ട് അല്ലാഹ് മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കും. എല്ലാവരും അവിടെ സഹായിച്ച ആ കുടുംബത്തിൽ കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവിന്റെ പിതാവ് മോനെ വേഗം എഴുതിക്ക. മോനെ പേരെന്താ? റാഫിയോ? നാസിക്കിനെ സ്വീകരിക്കാനായി രാമതളി സെറ്റുകളെ കാത്തിരിക്കുന്നുണ്ട്. വേഗം റെഡി ആയിരിക്കോ. അതും റെഡിയാ. അല്ല, എന്താ നീണ്ട കത്താണത്? പിന്നെ കാര്യം മൂപ്പർ നീണ്ട ലേഖനം ചെയ്തുകൊണ്ട് നമുക്ക് സമയമല്ല. നമ്മളെന്ത് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം, കത്തങ്ങൾ പോയി എഴുതട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ പോവുകയാണ്. മോനെ നാസിക്കേ ഇന്നത്തെ കത്ത് നീണ്ടു പോകുന്നതുകൊണ്ട് കത്ത് തൽക്കാലം പോവാണ്ട, പിന്നെ എഴുത്തന്നാ മതി. ഇൻഷാ അല്ലാഹ് നീ തൽക്കാലം എഴുതോ. നമ്മൾ സമയത്തിന്റെ വില ഉണ്ടല്ലോ എല്ലാവർക്കും. ഈ മുടി എഴുതിയ കത്തും ഫോൺ നമ്പർ കൊടുത്തോ. ആ കത്തും ഫോൺ നമ്പർ കൊടുത്താ വേണ്ട, എഴുതി പൂർത്തിയാക്കണ. തൽക്കാലം കത്ത് കൊടുക്ക്. ബാക്കി വേണ്ട, ബാക്കി പിന്നെ എഴുതാ. തൽക്കാലം എഴുതി കൊടുക്ക്. എഴുതി കൊടുക്ക്. ഫോൺ നമ്പർ എഴുതി. ഫോൺ നമ്പർ ചെക്ക് ചെയ്യിപ്പിക്കാം നമുക്ക്. വാങ്ങിക്കോളൂ. ഫോൺ നമ്പർ എഴുതിക്കോളി. ആർവി ആ ഫോൺ നമ്പർ ചെക്ക് ചെയ്യാൻ അടിച്ചിട്ടോ. നാട്ടുകാരുണ്ടോ? റെഡിയാണ്? ശരിയാണല്ലേ ആള്? ഇയാളെ നാട്ടുകാരുണ്ട്. ആൾ ഒറിജിനൽ SSFന്റെ ആളാണ് പറഞ്ഞത്.
അങ്ങനത്തെ ആളെ തന്നെയാണ് വീട്ടിൽ ഇൻഷാല്ല. അപ്പോൾ രാജിവെക്കാൻ സന്നദ്ധനായിരിക്കുകയാണ്. എഴുതിയ കത്ത് തന്നിട്ടുണ്ട്. ബാക്കി ഇൻഷാല്ല സമയം ചെയ്യാൻ ശേഷം എഴുതും അദ്ദേഹം. റെഡി അല്ലേ? കോപ്പി റെഡി ഇൻഷാല്ല. ആ ക്ലിപ്പ് അഷ്റഫി, ആ ക്ലിപ്പ് ഒന്ന് കൈകാര്യം ചെയ്യും. ആ മർക്കസിൽ വെച്ചുകൊണ്ട് കാന്തപുരം എത്തിയ മുസ്ലിയാർ ആ മുടി കിട്ടിയതിനെ കുറിച്ചും അൻസാരിയിൽപ്പെട്ട ആളുകൾ പരമ്പരയായിട്ട് കിട്ടിയതിനെ കുറിച്ചും ഒക്കെ കാന്തപുരം എത്തിയ മുസ്ലിം പറയുന്നത് ക്ഷണിക്കുക. കൂട്ടരിൽ حب الأنصار من الإيمان وبغض الأنصار كفر. അൻസാറുകളോട് ദേഷ്യം പിടിക്കൽ അത് കുഫറാണ്. ഹുബ്ബുൽ അൻസാരി ഈമാൻ, അത് ഈമാനാണ്. അങ്ങനെയുള്ള അൻസാർ والذين نصروا الحبيب محمد صلى الله عليه وسلم عندما وصل إلى المدينة المنورة മദീന മുനവ്വറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ അവിടെ സഹായിച്ച ആ കുടുംബത്തിൽ ഖസ്റജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. എന്താ പറഞ്ഞത്? ഇത് മർക്കസിൽ കൊടുക്കുന്ന സനദാൻ സംബന്ധിച്ചാണോ? ധാരെക്കുറിച്ച് പറയുന്നത് ഖസ്റജി കുടുംബത്തിൽപ്പെട്ട അല്ലെ അൻസാരികളിൽപ്പെട്ട അദ്ദേഹം കൊടുത്ത സനദോട് വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞു. പറട്ടെ ബാക്കി. ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഉസ്താദുമാര്, ഷെയ്ഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. എങ്ങനെ ലഭിച്ചു? ഉസ്താദ്, വാപ്പ, 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 അങ്ങനെ അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. പറട്ടെ. തനത് മുഖ്തസിലായ ഇന്നമദ്ദീൻ ബില്ലസനാത് ഇത് പറയാ. ഇത് എന്തിനെ കുറിച്ചാ? ഇത് അവിടെ കൊടുക്കുന്ന സന്നദ്ധാനത്തെ കുറിച്ചല്ല, അവിടെ കൊടുത്ത മുടിയെക്കുറിച്ച് ആ വാപ്പ, വാപ്പാന്റെ വാപ്പ പരമ്പര പറഞ്ഞിട്ട് അതിന് തെളിവാറുന്നു. ഇങ്ങോട്ട് നോക്ക്, അതിനെക്കുറിച്ച് പറയുന്നു അല്ലാതെ അവിടെ കൊടുക്കുന്ന സന്നദ്ധാനത്തെ കുറിച്ചല്ല. 500 ദിവസം പറയും. അതിനിൻഷാല്ല നമുക്ക് നാസിക്കിന് ഇൻഷാല്ല അടുത്ത പുളിക്കൽ എന്ന പരിപാടി, ഇരുവാന്റെ പുളിക്കൽ പരിപാടി നടക്കുന്നുണ്ട്. അവർ സംവാദം ഒഴിഞ്ഞു മത്സരത്തെ അതിൽ നാസിക്കിന് ഇൻഷാല്ല സ്വീകരണം കൊടുക്കുന്നതാണ്. ആ കാര്യത്തിൽ വിജയകരമായി ആ കാര്യം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല വേറെ ആരെങ്കിലും ചോദിക്കേണ്ട ആളുകളുണ്ടോ? മെമ്പർഷിപ്പ് ഇത് പെട്ടെന്ന് നിർത്തി വിട്ടണ്ട. ഓണപ്പള്ളി ഉണ്ട്, എന്നാലും തങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. ഇൻഷാല്ല പരിപാടി അവസാനിപ്പിക്കല്ലേ? അവസാന സെഷൻ ഇൻഷാല്ല